എമ്പുരാന്റെ റിലീസായിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഒത്തുതീർപ്പ് മാർച്ച് 27 തന്നെ റിലീസ് ചെയ്യും അല്ലേ? റിലീസ് ചെയ്യും. ഏറ്റവും നല്ലൊരു പടമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. എങ്ങനെ ജനങ്ങൾ ആ ദിവസം തന്നെ അനൗൺസ് ചെയ്ത ദിവസം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ സിനിമ ഫീൽഡിൽ എല്ലാവർക്കും ആഗ്രഹം. സാറ് സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ചില പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസം. പടം നന്നായിട്ടുണ്ടാവും, അങ്ങനെയാണ് നമ്മുടെ എല്ലാ വിശ്വാസവും. ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായോ? ശരിക്കും എന്തെങ്കിലും വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന പിന്നെ നമ്മളടുത്ത് വന്ന ശേഷം അതൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. മലയാള സിനിമയുടെ തന്നെ ഒരു മാറ്റി പ്രത്യേകത ഉണ്ട് ഇതിൽ. അതുകൊണ്ടാണ് സാറും അതിൽ പങ്കാളിയായത്. അല്ല, ആദ്യം മുതൽക്കേ ഞാൻ ഇതിൻ്റെ പങ്കാളിയാൻ ശ്രമിച്ച ആളാണ്. ഞാൻ ശ്രമിച്ചല്ല, അവരെ ശ്രമിച്ചു. പക്ഷെ എൻ്റെ സാങ്കേതികമായ ചില അസൗകര്യങ്ങളോട് ഞാൻ മാറ്റിവെച്ചു. പിന്നെ അത് ദൈവിച്ചാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു സാറിന് ഇവർ രണ്ടുപേരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. പൃഥ്വിരാജൻ്റെ ആർക്കും മോഹൻലാലായിക്കോട്ടെ, മറ്റേ ലൈക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ ഇവരെ ആന്റണിൻ്റെ ഇതായിക്കോട്ടെ, എല്ലാം രണ്ടുപേരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. ലൈക്കായി ഇപ്പോഴും പ്രൊഡക്ഷനിലുണ്ടോ? ശരിക്കും പ്രൊഡക്ഷനിലുണ്ട്. അവർ നിറയെ പടങ്ങൾ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. നല്ല ലൈക്ക് എല്ലാവരും നിറയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ലൈക്ക എമ്പുരാന്റെ ഭാഗമായിട്ടുണ്ടോ? എങ്ങനെ ലൈക്ക ഇപ്പോഴും എമ്പുരാന്റെ ഭാഗമില്ല. ഞങ്ങൾ സ്നേഹത്തോടാണ് എനിക്കത് തന്നതല്ല. എന്നോട് പറഞ്ഞിട്ട് എന്നോട് ഞങ്ങളെ ബന്ധമുണ്ട്. അവരുടെ അഭിപ്രായ വ്യത്യാസം ഏറ്റെടുത്തു. നാളെ ഞാൻ ഏറ്റെടുത്താൽ അവർ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഏറ്റെടുത്തത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും എമ്പുരാൻ ഒരു രീതിയിലും ബാധിക്കില്ലല്ലോ? ഒരു തരത്തിൽ ബാധിക്കേണ്ട കാര്യമില്ല. സിനിമ നല്ലതായി കഴിഞ്ഞാൽ നല്ലതാണ്. അതിപ്പോൾ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പം നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇത്രയും പിന്നെ പ്രയത്നം ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം വേണ്ടി സാറും വെയിറ്റിംഗ് ആണ്. ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ കണ്ടപ്പോൾ പടം നന്നാവും എന്നുള്ള വിശ്വാസം. ഫസ്റ്റ് ഷോ എപ്പോഴാണെന്നുള്ളതിൽ കൺഫേം ആയോ? ശരിക്കും അത് ഫസ്റ്റ് 6 മണിക്ക് തന്നെ 6 മണിക്ക് തന്നെയാണ് ഷോ വരുന്നത് അല്ലേ? അതിൽ തീരുമാനമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പറ്റെങ്കിലും അപ്പോൾ മോഹൻലാൽ ഫാൻസിനായാലും മലയാളി പ്രേക്ഷകർക്കും വമ്പൻ സിനിമയായിരിക്കും. മോഹൻലാലിൻ്റെ ഫാൻസിനൊക്കെ സന്തോഷിക്കാൻ വകയുള്ള ഒരു പടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ സാർ, ഓക്കെ താങ്ക് യു.